മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിക്ക് നൽകാനുള്ള 53 കോടി രൂപ കുടിശ്ശിക അടക്കം വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും സ്കോളർഷിപ്പ് തുകയും വർദ്ധിപ്പിച്ചു. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ധനവകുപ്പ് പണം അനുവദിക്കുന്നില്ലെന്ന് ഭരണപക്ഷം MLA തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ധനവകുപ്പ് പണം അനുവദിക്കുന്നില്ലെന്നായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഭരണപക്ഷ MLAയായ PP ചിത്തരഞ്ജൻ വിമർശനം ഉന്നയിച്ചത്. 53 കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ ധനവകുപ്പ് ക്ഷേമനിധി ബോർഡിന് നൽകാനുണ്ടായിരുന്നത്. എന്നാൽ കുടിശ്ശിക തുകയ്ക്ക് പുറമെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സ്കോളർഷിപ്പ് തുകയിലും ധനവകുപ്പ് മാറ്റം വരുത്തിയിരിക്കുകയാണ്. മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയും, വിവാഹ ധനസഹായമായി 10,000 രൂപയിൽ നിന്നും 25,000 രൂപയും, മരണാനന്തര ചെലവിനായി 600 രൂപയിൽ നിന്നും 2,500 രൂപയും, മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും, അപകടത്തിൽപ്പെട്ട വള്ളവും വലയും കേടുപാട് സംഭവിച്ചാൽ പുതിയത് വാങ്ങുന്നതിലേക്കുള്ള ധനസഹായത്തിന് 1 ലക്ഷം രൂപയും വർധനവ് വരുത്തിയാണ് സർക്കാർ പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും സ്കോളർഷിപ്പ് നൽകും. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.